ബീഫ് കറി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ട് ഒരു വെറൈറ്റി സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സാധനമാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാണുമ്പോൾ സാൻഡ്വിച്ച് പോലെയും കഴിക്കുമ്പോൾ ഒരു പിസ്സയുടെ ടേസ്റ്റൊക്കെ വരുന്ന ഈ ഒരു സ്നാക്ക് ബീഫ് ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കും. ഉള്ളി എരിഞ്ഞ് കണ്ണ് നിറഞ്ഞപ്പം ബാക്കി കട്ടിങ് പരിപാടിയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് അവൻ സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ബീഫ് സാൻഡ്വിച്ച് എന്ന് ഞാൻ പേരിട്ട ആ ഒരു സ്നാക്സിൻ്റെ കൂടെ സാലഡും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണെന്നാണ് അവൻ പറഞ്ഞത്. എന്നാൽ പിന്നെ ഓക്കെ, സാലഡെങ്കിൽ സാലഡ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. കട്ട് ചെയ്ത് വെച്ച പച്ചക്കറിയിലേക്ക് നാരങ്ങനീരും ഉപ്പും കുരുമുളക് പൊടിയും ചാറ്റ് മസാലയൊക്കെ ഇട്ട് സാലഡിൻ്റെ പരിപാടി അവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് മാറ്റി വെച്ച ബീഫ് കൊണ്ടുള്ള പരിപാടി. കണ്ണെരിഞ്ഞ് നേറിയിട്ട എന്താണാവോ ചട്ടിയോടൊക്കെ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. എന്തോ ആവട്ടെ, എന്തായാലും ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ തന്നെ ഇരിപ്പാണ്, എങ്ങോട്ടും പോവാതെ. ചട്ടിലേക്ക് ആദ്യം ഒരു സ്പൂൺ നെയ്യിടുന്നത് കണ്ടു. അടുത്തത് ഇനി എന്തായിരിക്കും നോക്കിയപ്പം എന്നെക്കൊണ്ട് കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. സവാള ചട്ടിയിലേക്ക് ഇട്ടപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ ഊഴം നോക്കി നിൽക്കുകയാണ്. എവിടെ ആരും ഊഴമൊന്നും കാത്ത് നിൽക്കണ്ട, എല്ലാവരും ഒരുമിച്ച് പൊക്കമെന്നും പറഞ്ഞ് എല്ലാ വെജിറ്റബിൾസും ഒന്നിച്ച് ചട്ടിയിലേക്ക് തട്ടണമെന്നാണ് ഞാൻ കണ്ടത്. ഉള്ളിയും തക്കാളിയും ക്യാരറ്റും പിന്നെ ക്യാബേജും 3 ടൈപ്പ് ക്യാപ്സിക്കുമാണ് ചട്ടിയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പ് എവിടെ, മഞ്ഞളെവിടെ, മുളക് എവിടെ എന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാനും കൂടെയാണ് ഞാനിവിടെ കാവലിരിക്കുന്നത്. ഉപ്പ് ചോദിച്ചപ്പോൾ ഉപ്പ് കൊടുത്തു, അത് കുറച്ചിട്ടിളക്കി. പിന്നെ ടൊമാറ്റോ സോസ് ചോദിച്ചപ്പം അതും എടുത്തു കൊടുത്തു, അതും കുറച്ചിട്ടിളക്കി. പിന്നെ ചോദിച്ചത് സോയാ സോസാണ്, അതും കുറച്ച് ഒഴിക്കുന്നത് കണ്ടു. പിന്നെ ചോദിച്ചത് പിസ്സ മസാലയാണ്, അത് ചോദിച്ചപ്പോൾ അതും കൊടുത്തു, അതും കുറച്ചൊക്കെ തട്ടി ചാടിക്കുന്ന കണ്ടു. പിന്നെ ചാറ്റ് മസാല കൊണ്ടുവന്നിട്ട് അതും കുറച്ച് തട്ടുന്നത് കണ്ടു. ഇനി കിച്ചണിലുള്ള എന്തൊക്കെ മസാലയാണാവോ തട്ടാൻ പോകുന്നതെന്ന് ചിന്തിച്ച് ചട്ടിക്ക് സൈഡിലിരിക്കണ എന്നെ നോക്കിയിട്ട് എന്തേന്നൊരു പുച്ഛത്തോടൊരു ചോദ്യം. ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പം അവസാനം കുറച്ച് കുരുമുളക് കൂടി തട്ടുന്നത് കണ്ടു ഞാൻ. അത് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു മാറ്റി വെച്ച ആ ബീഫ് എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കറക്കിക്കൊണ്ടുവരാൻ. കറക്കിക്കൊണ്ടുവന്ന ബീഫ് ചട്ടിയിൽ കിടക്കുന്ന മസാലയൊക്കെ ഇട്ടപ്പം ചെറുതായിട്ടൊന്ന് ഉണഞ്ഞു. ഇവിടെ ഇരുന്ന് വെള്ളറക്കൊന്നും വേണ്ട, ഇതിൻ്റെ അവസാന ഘട്ടത്തിലല്ലാതെ ഇതിന്നൊരു തരി കിട്ടൂല മോളെ എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ അതിനെടുത്ത് ടേസ്റ്റൊക്കെ നോക്കി. സംഭവം അപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് എന്തൊക്കെയായിരിക്കും ചേർക്കുന്നതെന്നൊക്കെ നോക്കി വീണ്ടും ഞാൻ അവിടെ ഇങ്ങനെ കാവലിരുന്നു. ഒന്ന് മാറി കിട്ടിയാൽ വീണ്ടും ഒന്ന് ടേസ്റ്റ് വെക്കായിരുന്നു എന്ന് വിചാരിച്ചു. ബീഫും മസാലയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നോട് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞത് ചീസാണ്. ചീസ് എടുത്തു കൊടുത്തു. കുറച്ചായിട്ട് ബീഫ് മസാലയ്ക്ക് മുകളിലൂടെ അങ്ങ് തട്ടുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതടച്ച് വെച്ച് ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ചട്ടിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്ത് കഴിക്കാനാവും എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ അതൊന്നും അല്ല സംഭവിച്ചത്. ഒരു 2-3 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ കണ്ടത് ബന്നെടുത്ത് കൊണ്ടുവന്നിട്ട് നടുക കീറി വയ്ക്കുന്നതാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു ആ മസാല ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവരാൻ. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ അതിനകത്ത് മസാല ഫില്ല് ചെയ്തു. ഇടയ്ക്കൊന്ന് പൊട്ടിയെങ്കിലും കുഴപ്പമില്ല, ബാക്കി 2 എണ്ണം നല്ലതായിട്ട് തന്നെ കിട്ടി. ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ പരിപാടി തീർന്നല്ലോ, ഇനി എടുത്ത് കഴിക്കാം എന്ന് വിചാരിച്ചപ്പം അതല്ല. വീണ്ടും ചട്ടി വെച്ചിട്ട് അതിലൊരിത്തിരി നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഈ ബെന്ന് എടുത്ത് വെക്കുന്നത് കണ്ടു. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 1-2 മിനിറ്റിന് ശേഷമാണ് സംഭവം കഴിക്കാൻ കൈ കിട്ടിയത്. കഴിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ നിന്ന് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് അതിൽ നിന്ന് വന്ന ആ സ്മെല്ല് അത് മതിയായിരുന്നു അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയാം. അങ്ങനെ 3 എണ്ണം ഞങ്ങൾ പ്ലേറ്റിലേക്ക് മാറ്റി. വെറൈറ്റി ആയിട്ടൊരു സാധനം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതിൻ്റെ ക്ഷീണം കാരണം എന്താണാവോ കഴിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാനും കഴിച്ചു, വയറ് നിറച്ച്.